പുതുയുഗമാണോ എന്ന് ചോദിച്ചാൽ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചും ദേശീയ തലത്തിലും ഒരു പുതുയുഗമാണ് എന്നുള്ളൊരു സൂചന വരുന്നുണ്ട്. നോക്കൂ, എന്തൊക്കെയാണ് ഡൽഹിയിൽ കഴിഞ്ഞ 5 ദിവസങ്ങളിലായിട്ട് നടന്ന നാടകങ്ങൾ. ആദ്യം എന്തായിരുന്നു തീരുമാനം? CLPയുടെ പിന്തുണയുള്ള KC വേണുഗോപാലിനോട് ചേർന്ന് നിൽക്കുകയായിരുന്നു മല്ലികാർജ്ജുൻ ഖർഗെ, ചേർന്ന് നിൽക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ഏകദേശം KC വേണുഗോപാൽ ആയിരിക്കും കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന് തീരുമാനിച്ച ഘട്ടത്തിൽ നിന്ന് എങ്ങനെയാണ് ആ തീരുമാനം പിന്നിലേക്ക് പോയത്? അവിടെ രാഹുൽ ഗാന്ധി ഇതേവരെ എടുത്ത തീരുമാനങ്ങളെ കോൺഗ്രസിൽ അധികം ചോദ്യം ചെയ്ത് റദ്ദാക്കിയിട്ടില്ല. മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ഇതിനും അപ്പുറം ഒരു ശബ്ദം നമ്മൾ കേട്ടിട്ടില്ല ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റേത്. ഇന്നിപ്പോൾ ഇതാ പ്രിയങ്ക ഗാന്ധിയുടെ ശബ്ദമായത് അവിടെ വരുന്നു. പ്രിയങ്ക ഗാന്ധി ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടു എന്ന മട്ടിലുള്ള വാർത്തകൾ വരുന്നു. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും KC വേണുഗോപാലും കേരളത്തിന് ചുമതലയുള്ള ദീപ ദസ് മുൻഷിയും ചേർന്നെടുത്തിരിക്കുന്ന ആ തീരുമാനത്തെ പ്രിയങ്ക ഗാന്ധി കൂടി ഇടപെട്ടുകൊണ്ട് തിരുത്തിയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രിയങ്കാസ് വിൻ, രാഹുൽസ് ഫേസ് ലോസ് എന്നാണ്. ഒപ്പം KC വേണുഗോപാൽസ് ലോസ് എന്നാണ്, പൊളിറ്റിക്കൽ ലോസ് എന്നുള്ളതാണ്. നോക്കൂ, ഇനി KC വേണുഗോപാൽ എങ്ങനെയാണ് സംഘടനാ ചുമതലയുള്ള ഒരു ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പതിവ് പോലെ ശക്തനാവുക? ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള വോട്ടത്തിൽ പരാജയപ്പെട്ട KC വേണുഗോപാലിന് ഇനി മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ നിശ്ചയിക്കുന്ന റേസിൽ നിർണായകമായ തീരുമാനം പഴയ ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ കഴിയുമോ? ദാറ്റ്സ് നമ്പർ 1.